السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ ഖസസ് 28 ആയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അല്ലാഹു തആല ഫിർഔനും അവന്റെ ആളുമാറും അല്ലാഹു നബിയും റസൂലുമായി കടത്തിയ ഫിർഔന്റെ മരണത്തെ അല്ലെങ്കിൽ ഫിർഔന്റെ നാശത്തിന് കാരണമായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു അങ്ങനെയുള്ള ആ ഒരു ആരെ ബലത്തിയത് ഫിർഔന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. അതാ സൂറത്തുൽ ഖസസിന് അങ്ങ് ഓതിയിട്ടുണ്ട്. നന്റെ കൊല്ലൊരു കിടാവ് ഈ വർഷം ജനിക്കുക പോണ്ടോന്ന് പേടിച്ചിട്ട് ആ വർഷത്ത് ജനിക്കുന്ന ആൺമക്കൾ അവന് കൊന്നു. എന്നാ അള്ളാഹു താര അവൻ്റെ അവത്ത് അവൻ സംബളം കൊടുത്ത് അവൻ തിന്നവ് കൊടുത്ത് എല്ലാ സൗകര്യവും ഏർപ്പെടുത്തി അവൻ്റെ കൊട്ടാരത്തിൽ തന്നെ ആ കിടാവ് വളർത്തി 30 വർഷം മൂസാ നബി അലൈഹിസ്സലാം പിന്നെ ആ ഈജിപ്തിന്റെ റായത്തെ വിട്ടിട്ടു മദിയനക്ക് ഓടിപ്പോയി. വേറെ കാരണം കൂടി ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതായിട്ടുണ്ട്. അവിടെ നടന്ന ഒരു സംഭവം. അങ്ങനെ ആ ചരിത്ര മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഷുഐബ് നബി അലൈഹിസ്സലാമുടെ ഒത്തുതീർത്തു. ഷുഐബ് നബി അലൈഹിസ്സലാമുടെ മൂലമഞ്ഞളവും 10 വർഷം ആടുമീക്ക് അവിടെ ആയിട്ടിട്ട് ഞങ്ങൾ ആ സംഭവം ആ ചരിത്രയുടെ ആയിട്ടിട്ട് ചുമന്നു വെച്ചത്. എന്നതിനെ ബാക്കിയായിട്ടിട്ട് എനിക്ക് വിവരിക്കോ വേണ്ടത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മഹറായിട്ട് 10 വർഷമായിട്ട് ആടുമിക്കും. 27 فلما قضى موسى الأجل وسار بأهله آنس من جانب الطور نارا قال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بخبر أو جذوة من النار لعلكم تصطلون. മൂസാ നബി അലൈഹിസ്സലാം 10 വർഷം ആട് മേയിച്ചിട്ടുണ്ട്. 8 വർഷം അല്ലെങ്കിൽ 10 വർഷം എന്ന ആ ഒരു പലക്കത്തിലായിട്ടിട്ട് അവിടെ നിക്കാഹ് നടക്കുക. വേറെ 10 വർഷമേ പൂർത്തിയാക്കിയിട്ടുണ്ടായിട്ട് പണ്ഡിതന്മാരൊക്കെ വിവരിക്കുന്നത് കാണും. മൂസാ നബി അലൈഹിസ്സലാം അതായാൽ പിന്നെ മൂസാ നബി അലൈഹിസ്സലാം പിന്നെ ഈ മക്കളെയും കൂട്ടിയോണ്ട് മൂസാ നബി അലൈഹിസ്സലാം കിട്ടിയ ആടുണ്ട്. ആ ആടുകളെയും എടുത്തുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പുറപ്പെട്ടു. എവിടേക്ക്? തൻ്റെ റായത്ത് ഈജിപ്തിക്ക് പണ്ട് ഒട്ടുക്ക് പെഞ്ഞയും മക്കളുള്ളത്. അങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴത്തായിട്ട് ഒരു ചിമ്മുള്ള ഭയങ്കര ചിമ്മ കുത്തി ചാവും ചളി അങ്ങനെയുള്ള ഒരു നാളും കാത്തും വന്നു. തണുപ്പ് കാത്ത് ചളി ഇങ്ങാണെങ്കിലോ നടന്നിട്ട് യാത്ര ചെയ്തത് ചിമ്മ കുത്തിയിട്ടുണ്ട്. തെറു എവിടെ കിട്ടിയോണ്ടില്ല. അങ്ങനെ ഒരു പക്കത്ത് എത്തിയിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ആ തൂറിസീന പർവ്വതത്തെ ഭാഗത്തൊരു വെളിച്ചം കാണും. ഒരു ലൈറ്റ് കത്തുന്നത് കാണും. അപ്പോ പെഞ്ഞൈ മക്കളട്ടി വെച്ചെടുത്ത് ഒരു നിക്കോ നക്കത് അവിടെ തീ കണ്ടോണ്ട് അങ്ങക്ക് കണ്ടില്ല. അത് അള്ളാഹുടെ കുതിരത്തായിട്ടിട്ട് എല്ലാവർക്കും കാണുന്നില്ല. നക്കത് ആ പർവ്വതത്തെ ഭാഗത്തില് നക്കെന്ത്രണ്ട് തീ കണ്ടുകൊണ്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് ഒന്ന് തെറു കേട്ടിട്ട് പണ്ടേ അതല്ലെങ്കിൽ ഒരു തീക്കൊല്ലിയെങ്കിലും എടുത്തോണ്ട് പണ്ടേ ചൂട്ടെ ജസ്വത്ത് മിനന്ന തീക്കൊല്ലി ചൂട്ടേൻ്റെ അത് നാ കത്തുവാട്ടിട്ട് എടുത്തോണ്ട് പണ്ടേ എന്തരേക്ക് നമുക്ക് തെറു അറിയോ കൈത്ത് നമുക്ക് തെറു കാണുന്നോ. പിന്നെ ഭയങ്കര ചളിയല്ലേ. അപ്പൊ കുറേ കോലെല്ലാം കൂട്ടിയിട്ട് നമുക്ക് തീ കത്തുവാട്ടിട്ട് ചളി കായുമോ. അപ്പൊ ഇതൊക്കെ വേനായിട്ട് ഞാൻ അവിടെ പോയി വേണ്ട മൂസാ നബി അലൈഹിസ്സലാം പിന്നെ ഈ മക്കൾ അവിടെ നിപ്പാട്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാം ആ തൂറിസീന പർവ്വതത്തിൽ പോകും. അവിടെ ആയിട്ട് എത്തി. فلما أتاها نودي من شاطئ الوادي الأيمن في البقعة المباركة من الشجرة أن يا موسى إني أنا الله رب العالمين.
മൂസാ നബി അലൈഹി സ്വലാം ആ ഭാഗത്ത് ആ പർവ്വതത്തെ ആ ഭാഗത്ത് കൊണ്ട് അങ്ങനെ അവിടെ പോയിട്ടാകുമ്പോൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമുടെ ബലഭാഗത്തിൽ നിന്ന് മൂസാ നബിയുടെ ആ ബലഭാഗത്തിൽ നിന്ന് ആ ബറക്കത്താകപ്പെട്ട സ്ഥലം ആ മറമുള്ള ജാഗ, അതായത് അവിടെ ഒരു മറുണ്ട്, ആ മറത്തെ ഭാഗത്തിൽ നിന്നായിട്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഒരു വിളി കേൾക്കുക. മൂസാ നബി അലൈഹി സ്വലാം അവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് വിളി കേൾക്കല് അയ്യാ മൂസ ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. അതവിടെ ബെൽച്ചാണ്ട് അവിടെ എന്തിനാ ആൽമാറുള്ളവർക്ക് തെരു കേൾക്കുക, അല്ലെങ്കിൽ ബെൽച്ചെടുത്തോണ്ട് വരാണ്ട പേര് എത്തിയിട്ടാകുമ്പോഴത്തേക്ക് അവിടെ എന്തിനാ അവിടെ മൂസാ നബിക്ക് ഒരു വിളി കേൾക്കല്. ആ മറത്തോടെ ആയിട്ട് ഈ മറായിട്ട് ലംഘിയുണ്ട്. ഈ വെളിച്ചം ചൊല്ലത് അവിടെയുള്ള മറ അല്ല, അവിടെ സംബന്ധിച്ചായിട്ട് ചൊന്നത് ഫിൽ ബുക്കാത്തിൽ മുബാറക്ക ബറക്കത്താക്കപ്പെട്ട ജാഗ്യാണ്. കാരണം മൂസാ നബിക്ക് വഹീ ലഭിക്കല്, മൂസാ നബി നബിയും റസൂലാവുന്ന ജാഗ്യ. ഞങ്ങളുടെ നബിക്ക് അള്ളാഹു താല ഇസ്റാ മിഅ്റാജ് ഞങ്ങളുടെ നബിയെ നേരിട്ടിട്ട് അള്ളാഹു താല ആ അള്ളാഹുനട്ടിക്ക് പലക്കെ പറയുള്ള ഒരു അവസരം അള്ള വെച്ചു കൊടുത്തതുപോലെ മൂസാ നബിക്ക് അള്ളാഹു താല വെച്ചു കൊടുത്തത്. ഞങ്ങളുടെ നബി അള്ളാഹുടെ കണ്ടിട്ടായിട്ട് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുടെ കാണ്ടില്ല, അള്ളാഹുടെ പലക്കം മാത്രമേ കേൾക്കല്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമുക്ക് പിന്നെ അള്ളാഹുനട്ടി ആ പലക്ക പറയൽ കിട്ടിയ ഒരു അവസരം, അത് മൂസാ നബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ജാവ്. മൂസാ നബിക്ക് നുബുവത്തും റിസാലത്തും കിട്ടിയ ജായി. ഞങ്ങളുടെ നബി ഹിറാ ഗുഹയിലേക്കും ഇഖ്റാ ബിസ്മി ഓതിക്കൊടുത്തതുപോലെ മൂസാ നബിക്ക് അള്ളാഹു നുബുവത്തും റിസാലത്തും നേരിട്ട് കൊടുക്കണമെങ്കിൽ ആ ഒരു സമയമായിരിക്കും. അത് ബറക്കത്താക്കപ്പെട്ട സ്ഥലം. മൂസാ നബിയെ പിന്നറായത്തിൽ കാണാൻ മൂസാ നബി എത്തിച്ചെന്നത് ഫഹ്ലാനൈക്ക് ചെറുപ്പം മാറ്റിട്ട് ഇപ്പറ പറഞ്ഞു ഞാൻ നല്ലൊരു ജാഗ്യലായിട്ട് നിങ്ങളുള്ളത്. അപ്പൊ അള്ളാഹു തആല മൂസാ നബിയുടെ പലക്ക പറഞ്ഞ ഒരു ജാഗ്യായിട്ടില്ലത്. അപ്പൊ ആ മറത്തോട്ട് ഒരു ബെച്ചം കണ്ടത് മൂസാ നബിക്ക് അള്ളാഹുടെ പോയിട്ട് നോക്കും മറ പച്ചമുണ്ട്, മറന്ന് കത്തിയൊണ്ടില്ല, മറ പച്ച മരം. ഈ പച്ച മറത്തിലായിട്ട് ലൈറ്റ് കണ്ടേ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അത്ഭുതമായിട്ടാകുമ്പോഴത്തേക്ക് അള്ളാഹുടെ ബലി കേൾക്കല്. പിന്നെ ഈ മൂസാ നബിക്ക് അള്ളാഹു അവിടെ എടുത്തിട്ട് അർത്ഥമല്ല, മൂസാ നബിയുടെ ആ ജാഗ്യർ അള്ളാഹു എത്തുവാറ്റി. അള്ളാഹുടെ പലക്ക മൂസാ നബിക്ക് അവിടെ കേൾക്കുന്നു. അതേ സമയത്ത് മൂസാ നബിക്ക് പലക്ക കേട്ടതിനെ സംബന്ധിച്ചിട്ട് അത് ബലത്തെ കേൾക്കണമ, ഇടത്തെ കേൾക്കണമ, മേലിടമ, കീഴിടമ, യൂട്ടിന് കൊണ്ടുവരാം. കാരണം മനുഷ്യരുടെ കലാമല്ല, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ പലക്ക. അള്ളാഹു തആല മനുഷ്യരെ പോലെ ഒരു വിഷയത്തിലുമല്ല. അപ്പൊ മൂസാ നബിക്ക് പലക്ക യൂട്ടിന് കൊണ്ടുവരാം. അങ്ങനെ കണ്ടിട്ടില്ല, അള്ളാഹുടെ കേൾക്കലെ മാത്രം, പലക്ക മാത്രമായിട്ട് കേൾക്കലെ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അവിടെ എത്തിയിട്ടാകുമ്പോൾ മൂസാ നബിയുടെ അള്ളാഹു പലക്ക് പറഞ്ഞ പലക്കായിട്ട് അയ്യാ മൂസ ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ, നാണ് റബ്ബുൽ ആലമീനായ അള്ളാഹു. അപ്പൊ മൂസാ നബിക്ക് അള്ളാഹു നുബുവത്തും റിസാലത്തും നബിയാക്കി അള്ളാഹു തആല റസൂലാക്കി. 30 വർഷത്തിലായിട്ട് മൂസാ നബി ഷുഐബ് നബി അലൈഹി സ്വലാമിയുടെ കൂട്ട വന്നു. അവിടെ 10 വർഷം പൂർത്തിയാക്കിയിട്ടായിട്ട് മൂസാ നബി അലൈഹി സ്വലാം കൊണ്ട്. അപ്പൊ മൂസാ നബിക്ക് 40 വർഷമായിട്ട്. അപ്പൊ ആ സമയത്തായിട്ട് നുബുവത്തും റിസാലത്തും കിട്ടും. മൂസാ നബിയുടെ അള്ളാഹു തആല പലക്ക പറഞ്ഞ ആ സംഭവം അത് വേറെ വേറെ ഖുർആന്റെ വേറെ വേറെ ആയത്തുകളിലൊക്കെ വേറെ വേറെ സൂറത്തുകളിലൊക്കെ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ രീതി ആ പലക്ക പറഞ്ഞതൊക്കെ എന്തൊക്കെ ആയിട്ട് അള്ളാഹു തആല ചൊന്നത്. അപ്പൊ അള്ളാഹു തആല ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ അള്ളാഹു അവിടെ ഇരുന്നിട്ടുള്ള അർത്ഥമല്ല. ഞങ്ങളെ നബി ഇസ്രാ മിഅ്റാജ് പോയിട്ട് എന്നിട്ട് അള്ളാഹു തആലയുടെ പലക്കവരെ ഒരു പ്ലേസ് പോയി. അപ്പൊ അള്ളാഹു അവിടെ ഉണ്ടിട്ടുള്ള അള്ളാഹുക്ക് നിക്കൊരു പ്ലേസ് വേണ്ടിട്ടല്ല, സൃഷ്ടികളായ ഞങ്ങൾക്ക് നിക്കൊരു ജാഗ്യ വേണം. പക്ഷെ ജാഗ്യയും സൃഷ്ടിച്ച അള്ളാഹു തആലക്ക് ജാഗ്യ വേണ്ട. അള്ളാഹു തആല ഈ വസ്തുക്കളെ ഈ ജാഗ്യരെ ആകാശഭൂമികളൊക്കെയും സൃഷ്ടിക്കടേക്ക് മുന്നേ തന്നെ അള്ളാഹു തആല ഇതൊക്കെ സൃഷ്ടിച്ചവനല്ലേ അവൻ. അപ്പൊ അള്ളാഹു തആലയുടെ ഞങ്ങളെ സൃഷ്ടികളെ പോലെ ഞങ്ങൾ മനസ്സിലാക്കത്തില്ല. അപ്പൊ മൂസാ നബിക്ക് നിൽക്കുക ജാഗ്യ വേണം. മൂസാ നബി അവിടെ എത്തുവാട്ടിട്ടാകുമ്പോൾ അള്ളാഹു തആലയുടെ പലക്കത്തെ അള്ളാഹു തആല മൂസാ നബിക്ക് കേപ്പാട്ടി കൊടുത്ത ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നിട്ട് അള്ളാഹു തആല ചൊല്ലെ അതിനപ്പുറം അള്ളാഹു തആല ചൊല്ലെ അൻ അൽഖിയ അസാക ഫലമ്മാ റആഹാ തഹ്തസ്സു കഅന്നഹാ ജാന്നുൻ വല്ല മുദ്ബിറൻ വലം യഖിർ
ترتقب يا موسى اقبل ولا تخف إنك من الآمنين. മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു താല അവർക്ക് കിട്ടിയ ചാൻസ് അല്ല. അപ്പൊ മൂസാ നബിയായിട്ട് അള്ളാഹു താല കേൾക്കണ കയ്യിലെന്തിരെ കയ്യിലത് ബടി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം കയ്യിലെന്തിരെ കേട്ടിട്ടാകുമ്പോ ബടിയും ചെന്നിട്ട് പാട്ടില്ല. അത് ബടി ആ ബടി കൊണ്ടിട്ട് നാണ് ആടുങ്ങി ഇലടെ കൊയ്ത് കൊടുക്കടെ നാനത് പിടിച്ച് നടക്കറ. ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം എക്സ്പ്ലെയിൻ എന്തരേന്ന് കേട്ടതൊക്കെ ബടിയും ചെന്നുമയാണ്. പക്ഷെ ഇതില് ആ സംഭവം ചെന്നിട്ടില്ല. വേറെ സൂറത്തുകളിൽ വിശദീകരിച്ചത് ഒമാത്തിൽക്ക ബിയമീനിക യാ മൂസ. മൂസാ നബി നീലെ കയ്യിലെന്തല്ലേ കാല ഈ അസായ അതെന്റെ ബടി തവക്കു അലയില ആ ബടി കുത്തിനാണ് അടുക്കള ഗനമി അതിൽ ഇലകളെല്ലാം കാത്തിട്ടാണ് ആടുന്നത് അടിച്ചിട്ട് ഇലയിട്ടിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലുക. അതെന്ത് കേട്ടെങ്കിൽ മൂസാ നബിയുടെ കയ്യിലെന്തിനെ കേട്ടു. അപ്പൊ ബടിയും ചൊല്ലുമയാവും. അവിടെ മൂസാ നബി അലൈഹി സ്വലാം ഈ എക്സ്പ്ലെയിൻ്റെ ആവശ്യം എന്തെങ്കിൽ കിട്ടിയ സമയത്ത് അള്ളാഹുരുടെ പലക്കോറയുള്ള അവസരത്തെ മുതലെടുത്ത് എന്നിട്ട് അവർ അവസരത്തെ ഉപയോഗപ്പെടുത്തിയെന്നാണ്. അതെന്നാ അതൊരു നല്ലൊരു സന്ദർഭമായിരിക്കും അള്ളാഹുരുടെ. അപ്പൊ ആ നേരത്ത് കിട്ടിയതുള്ള ഒരു പലക്കരയായിരുന്നു. അപ്പൊ എന്തിനു കേട്ടിട്ടാകുമ്പോ അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ചെന്നത്. അപ്പൊ ഈ ആയത്തിൽ ചൊല്ലിയത് വാൻ അൽക്കി അസാ ആ ബടിനെ നെൽത്തിയതോളൂ. ഈ ബടി നിലത്തിട്ടാകുമ്പോ ഇങ്ങനെ അത് പാമ്പ് പോലെ ഇങ്ങനെ നിലത്തിലിങ്ങനെ പറള ഇങ്ങനെ അണിഞ്ഞുകൊണ്ടുണ്ട്. നോക്കുമ്പോഴത്തേക്ക് രാത്രി നിറഞ്ഞറാണ്ട് ആ പള്ളിയുടെ ശബ്ദവും അതൊരു പാമ്പും ആയിട്ടും വലിയൊരു പാമ്പായിട്ട് ആ കിറ്റിയതെല്ലാം പിടിച്ച് പൊടിയാക്കണമെങ്കിൽ എത്ര ശക്തിയുള്ള ഇത് കണ്ടിട്ടാകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പിറവത്തിരിഞ്ഞ് വല്ല മുതുപിറം പിറവത്തിരിഞ്ഞ് പോയിട്ട് വലം അപ്ത് മൂസാ നബി അലൈഹി സ്വലാം എന്താ ആ പാമ്പടെ ഇത് കണ്ടിട്ടാകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പിറവ് പോയി. അപ്പൊ അള്ളാഹു തആല ചൊല്ലി യാ മൂസ അഖ്ബിൽ. മൂസാ നബിയെ വിളിച്ചല്ലേ ഇപ്പറ പറഞ്ഞു ഏതാ വല തഖഫ് ഇന്നക മിനൽ ആമിനീൻ. പിടിക്കണ്ട, നിങ്ങൾ വിശ്വസ്തര, നീ എന്തോ അല്ലേ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ അതിൽ പിടിക്കോബേനയച്ചു. അതിലെ ബീലൊക്കെ പിടിച്ചിട്ടാകുമ്പോൾ അത് യഥാർത്ഥ ബടിയെ. അപ്പൊ അവർ ബടിയും ചൊല്ലതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചൊന്നത് അത് അമ്പിയാക്കന്മാരെ പാരമ്പര്യത്തിലൂടെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന് കിട്ടിയത്. അത് ആദം നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ നബിമാരെ കയ്യിലോട് കൂടെ വന്ന് ഷുഐബ് നബി അലൈഹി സ്വലാമിലോട്ട് വീണ്ടും ഷുഐബ് നബി അലൈഹി സ്വലാമിൽ നിന്ന് മൂസാ നബിക്ക് അത് കിട്ടിയത് എന്നുള്ളത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചെന്നെങ്കിൽ ആ ബടി അത് കുറെ അത്ഭുതമുണ്ട്. ഒരു പ്രത്യേകത അത് നബിമാരെ കൈക്ക് എത്രയെന്നുള്ളത്. അപ്പൊ മൂസാ നബിയുടെ കൈക്ക് അത് കിട്ടിയിട്ടാകുമ്പോ അങ്ങ് മനസ്സിലാക്കിയത് ഇയാൾ നബിയാവും പോണ്ട ആള് എന്നുള്ളത്. കാരണം ഈ മൂസാ നബിയുടെ കൈക്ക് ബടി എങ്ങനെ കിട്ടി എന്നതിന്റെ ചരിത്രത്തിൽ പല ഇതും കണ്ട്. അത് മോലട്ടി ചൊന്തു മഞ്ഞളായിട്ടാകുമ്പോ ഷുഐബ് നബി അലൈഹി സ്വലാം മോലട്ടി ചൊന്തു മോലെ ആട് ഇന്നലെ മയക്കുമ്പത്തേക്ക് ബടി വേനല്ലേ ഒരു ബടി എടുത്ത് കൂടെ ഉണ്ട്. ആ ബടി വെച്ചിട്ടുള്ള റൂമിടെ അങ്ങനെ അങ്ങ് പോയി സഫൂറാൻ ചൊല്ലും മൂസാ നബിയുടെ പിന്നെ പോയി നോക്കുമ്പോഴത്തോ അവിടെ ഒരു ബടി എടുത്തുള്ളൂ. അപ്പൊ ഇവിടെ കൈക്ക് കിട്ടിയത് ഇതേ ബടി. പക്ഷെ രണ്ടാമത് ഇത് വേണ്ട വേറെ എടുത്തവ അത് വെച്ചിട്ട് രണ്ടാമത് പോയിട്ട് എടുക്കുമ്പോഴത്തോ അയിമയുടെ കൈ കിട്ടിയതേ ബടി. അങ്ങനെ ആ ചിമ്മുള്ള റൂമായിട്ട് കമ്മിയാവും. അപ്പോൾ പിന്നെയും അതേ ബടിയായിട്ട് കിട്ടിയത് അങ്ങനത്തും കണ്ട്. അപ്പൊ ഷുഐബ് നബി അലൈഹി സ്വലാം ചെന്ന് അത് കൊടുക്കുക എന്നുള്ളത് അല്ല. അവർക്ക് മൂസാ നബി അലൈഹി സ്വലാം ബടി പേനിത്ത റൂമ് വന്നിട്ടാകുമ്പോൾ ആ ബടി മൂസാ നബിയുടെ കൈക്ക് കിട്ടും. അതൊക്കെ മുന്നല്ല ആരെ കൈക്കും ആ ബടി കിട്ടിയിട്ടില്ല. അപ്പൊ തന്നെ അങ്ങ് മനസ്സിലാക്കിയാൽ ഇത് മൂസാ നബി നബിയാവുക പോണ്ട ആളുകൾ എന്നുള്ളത്. അതിൽ നിന്ന് ഷുഐബ് നബി അലൈഹി സ്വലാം മനസ്സിലാക്കിയത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ ആ ബടിയായിട്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അള്ളാഹു നിലത്തിയെടുപ്പിച്ചു. അത് നിലത്തിട്ടിട്ടാകുമ്പോഴത്തേക്ക് ഈ കുതിരത്ത് ഈ ഒരു അജായം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു താല പഠിക്കണ്ട നീകത് മോചിതത്തായിട്ട് അള്ളാഹു താല കൊടുത്തതായിട്ട് മൂസാ നബി ടീച്ചറുണ്ട്. അത് പിന്നെ ചില أسلك يدك في جيبك تخرج بيضاء من غير سوء واضمم إليك جناحك من الرهب فذلك برهانان من ربك إلى فرعون وملئه إنهم كانوا قوما فاسقين. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനടുത്തേക്ക് രണ്ടാമത് അല്ലാഹു തആല ചൊല്ലുക നീലെ കൈയുണ്ടല്ലേ അത് ഈ കുപ്പായത്തെ അടിഭാഗത്തോട് കൂടെ നെഞ്ഞിൽ ആ ഭാഗത്ത് ഇങ്ങനെ പോകും. കൈ ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര പ്രകാശം. മൂസാ നബി അലൈഹി സ്വലാമിയുടെ
ആ കൈക്ക് ഭയങ്കര വെളിച്ച നോക്കുകയാവില്ല, സൂര്യത്തെ കിരണ പോലെ അത് ഭയങ്കര വെളിച്ചായിട്ട് മൂസാ നബി അലൈഹി സ്വലാം. അപ്പോൾ അതെന്താ രോഗമോ ഇതൊന്നുമല്ല, രണ്ടാമത് അവിടെയൊക്കെ വെച്ചിട്ടാകുമ്പോൾ അത് മുന്നത്തെ കൈ പോലെയാവും. അപ്പോൾ അല്ലാഹു തആല ചൊല്ലും ഫദാനിക ബുർഹാനാനി മിർ റബ്ബിക്, ഇത് റബ്ബ് തന്ന രണ്ട് മുഅ്ജിസത്തായിട്ട്, രണ്ട് അത്ഭുതങ്ങളായിട്ട്. എന്തരേക്ക് ഇലാ ഫിർഔന വ മലഇഹി, നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഫിർഔന്റെ മുട്ടും ഫിർഔന്റെ കൂട്ടര മുട്ടും പോകണം. ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, അങ്ങ് തമ്മാടികളായ ഒരു കൗമായിട്ട് ഫാസിഖീങ്ങൾ. അവിടെ പോയിട്ട് നിങ്ങൾ ദീൻ പ്രബോധനമായിട്ട്. അപ്പൊ നിങ്ങൾക്കുള്ള രണ്ട് വലിയ രണ്ട് ആയുധമായിട്ട് ഇതിനകത്ത് നിന്ന് ബടി നിലനിട്ടെങ്കിൽ പാമ്പോട്, പിന്നെ കൈ ഇങ്ങനെ എടുത്തിട്ടാകുമ്പോൾ പ്രകാശം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹു തആല രണ്ട് മോചിതത്ത് കൊടുത്തിട്ട് ഫിർഔന്റെ കൂട്ടറും മുട്ടും പൂണുകായിട്ടുണ്ട് അള്ളാഹു താല ചൊല്ലി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമുടെ അള്ളാഹു താല എന്താക്കട നബിയും റസൂലും ആക്കട മൂസാ നബി അലൈഹി സ്വലാം ഇതിന് ഉത്തരവാദിത്വമായിട്ട് കൊടുക്കുക. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമുടെ മൂസാ നബി നബിയാകുമ്പത്ത് തൊട്ട് ഹാറൂൻ നബിയും മൂസാ നബി അലൈഹി സ്വലാമുടെ മൂത്തോന് നബി അവിടെ സംഭവമാണ്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുന്നതായിട്ട് ആ സംഭവം എന്നത്തെ ആയത്തിൽ അത് പണ്ട്. അപ്പൊ അള്ളാഹു താല മൂസാ നബിക്ക് നുബുവത്തും റിസാലത്തും കൊടുത്ത് അള്ളാഹു താല ശക്തിപ്പെടുത്തിയ ഫിർഔന്റെ അതെന്നെങ്കിൽ അങ്ങ് കൗമം ഫാസിക്കിന്റെ അള്ളാഹു താല ചൊല്ലി അങ്ങ് ഫാസിക്കങ്ങളായ തമ്മാടികളായപ്പോൾ അപ്പൊ അവിടെ പോയിട്ട് ദീൻ പ്രബോധനാക്കാൻ അങ്ങനെ ഹിദായത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിളിക്കണം. അപ്പൊ മൂസാ നബിയുടെ അല്ലാഹു തആല ഉത്തരവാദിത്വം അല്ലാഹു തആല ദീൻ പ്രബോധനാക്കുമായിട്ട് ചൊല്ലി അത് മൂസാ നബി അലൈഹി സ്വലാം. പിന്നെ അവിടെ ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കിയുള്ള സംഭവം അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാം. അപ്പൊ അല്ലാഹു തആല മൂസാ നബിക്ക് കൊടുത്ത ഏറ്റവും ബറക്കത്തുള്ള ഒരു ജാവും ആ ബറക്കത്തുള്ള ഒരു ജാഗി. അതുകൊണ്ടായിട്ട് ഫിൽ ബുക്കാത്തിൽ മുബാറക്കാറ്റ് അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ടതൊക്കെ ബറക്കത്തുണ്ട്. ഒന്നാ വടി, രണ്ട് മൂസാ നബി അലൈഹി സ്വലാം ആ തൂറി സീന പർവ്വതത്തിൽ തൂറി സീന പർവ്വതം, തൂർ എന്നുള്ള ആ പർവ്വതം, അവിടെ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുരുടെ പലക്കപ്പറ രാജാഗിയെ സംബന്ധിച്ചത് ഫിൽ ബുക്കാത്തിൽ മുബാറക്കാണ്, ബറക്കത്തുള്ള ജാഗിയാണ്. ചെറുപ്പ് മാത്രം പേനായി അള്ളാഹു ഫഖ്ലഅനഅലൈക, ചെറുപ്പ് മാത്രം ഫഇന്നക ബിൽ വാദിൽ മുഖദ്ദസ്, നിങ്ങൾ പരിശുദ്ധമായ ജാഗില. അപ്പൊ മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ജാവായിട്ട്, ഏറ്റവും വലിയ നാളായിട്ടില്ല, ഏറ്റവും വലിയ ആ ഒരു സന്ദർഭം, അവർ വലിയൊരു ചാൻസ് അള്ളാഹുറട്ടിയെ നേരിട്ട് പറക്ക് പറയാൻ കിട്ടിയ ആ ഒരു ജിബ്രീൽ അലൈഹി സ്വലാമുടെ അള്ളാഹു താല കടത്തിട്ടായിട്ട് അള്ളാഹു വഹി കൊടുക്കും. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹു വഹി കൊടുത്തത് നേരിട്ടിട്ടുള്ള മൂസാ നബിയുടെ അവിടെ ബറവുള്ള ഒരു അവസരം അള്ളാഹു ആക്കി കൊടുത്ത ആ പച്ച മറ, അതെ മറന്നു വണങ്ങിയിട്ടില്ല, അതിങ്ങനെ വെച്ച പ്രകാശിച്ചുകൊണ്ടുള്ള ആ പരിശുദ്ധമായ ജാഗ്യാട്ട് അള്ളാഹു താല മൂസാ നബിയിലിട്ടു. മൂസാ നബി അള്ളാഹുട്ടി ആ പലക്ക് പറയുന്നത് ആ സന്ദർഭ, ആ സമയ, ആ ജാഗ്യ ഇതൊക്കെ ബറക്കത്തുള്ളതായി അള്ളാഹു ആക്കി കൊടുത്ത ശ്രേഷ്ഠമാക്കിയത് അള്ളാഹു താല ആക്കി കൊടുത്തത്. അതുകൊണ്ടല്ലേ ഇസ്രാ മിഅ്റാജ് നമുക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ജാവ് അല്ലെ. അള്ളാഹു താല ഞങ്ങളെ നബിയിലൊട്ട് നേരിട്ട് കണ്ട് പറക്കും. ഞങ്ങളെ നബി അള്ളാഹുടെ നേരിട്ട് കണ്ട ഒരു സന്ദർഭം, ഒരു സമയം. പക്ഷെ മൂസാ നബിക്ക് അതുണ്ടായിട്ടില്ല. അതുകൊണ്ടായിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഞങ്ങളെ നബി ഇസ്രാ മിഅ്റാജും കഴിഞ്ഞ 6ാമത്തെ ആകാശത്തെത്തുമ്പോൾ മൂസാ നബിയെ കാണും. മൂസാ നബിയെ കാണുമ്പോൾ മൂസാ നബി ചൊല്ലിപ്പോയിട്ട് അള്ളാഹുറട്ടിയെ നിസ്കാരത്തെ പുറപ്പുപേനായി ചൊല്ലാറുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചു പോകും, ഞങ്ങളെ നബി കറവ് പോകും, പോയിട്ട് അള്ളാഹുറട്ടിയെ കൊറടിയാക്കി ചൊല്ലും. പിന്നെയും പറമ്പ് 5 വക്ത് കൊറടിയാക്കിട്ടോ പിന്നെയും മൂസാ നബി അലൈഹി സ്വലാം കൊറടിയാക്കി ചൊല്ലും. അപ്പൊ ഞങ്ങളെ നബി കറവ് പോകും. ആ ഒലിമ്പോ വട്ട അള്ളാഹുറട്ടിയെ പോയിട്ട് കൊറടിയാക്കി ആറ് ഞങ്ങളെ നബി. അപ്പോ അവിടെ ഞങ്ങൾ ഒരു പാട്ടുണ്ട്, എന്താ മൂസാ നബി അലൈഹി സ്വലാം നിസ്കാരത്തെ കൊറടിയാക്കുള്ള ഒരു ഉദ്ദേശം മൂസാ നബിക്കല്ല, അതിക്കലോട് കൂടെ മൂസാ നബി അലൈഹി സ്വലാമിക്ക് പിന്നെ ഒരു ഉദ്ദേശം. അതെന്തിനായിട്ടെങ്കിൽ ഞങ്ങളെ നബി അള്ളാഹുടെ കാണും, ആ കണ്ട നബിനെ കാണും. ആർക്ക്? മൂസാ നബിക്ക്. മൂസാ നബി നേരിട്ട് അള്ളാഹുടെ കാണുകയായിട്ടില്ല, അത് ഞങ്ങളെ നബിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ള ഭാഗ്യം. അപ്പൊ ഞങ്ങളെ നബി അള്ളാഹുടെ കണ്ട ആള് മൂസാ നബി കാണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരുപാട് പോയിട്ട് പറയുമ്പോൾ ആരെ കാണ്ട്? ഞങ്ങളെ നബിയെ കാണും. ഞങ്ങളെ നബി ആരെ നോക്കിയിട്ടുമുണ്ട്? അള്ളാഹുടെ നോക്കിയിട്ടുണ്ട്.
അപ്പൊ അള്ളാഹുടെ കണ്ടാലെ കാണ്ട എന്നുള്ള ആ ഒരു ഉദ്ദേശം കൂടി മൂസാ നബി അലൈഹി സ്വലാമുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. കാതോർത്തെല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.